പ്രിയരെ, തിരുവനന്തപുരം നെടുമങ്ങാട്ടിൽ നിന്നും ഒരു പിഞ്ചു കുഞ്ഞിന്റെ മരണവാർത്ത നമ്മൾ കേട്ടു. സ്വന്തം അമ്മയാലും രണ്ടാനച്ഛനാലും കൊല ചെയ്യപ്പെട്ട അർഷതി എന്ന 1.5 വയസ്സുകാരൻ. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഹസീന എന്ന സഹോദരി ഭർത്താവ് സുരേഷിനാൽ ക്രൂരമായി കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ട വാർത്തയും ഈയിടെ നമ്മൾ കേട്ടു. ഇടുക്കി ജില്ലയിൽ മേരിക്കുട്ടി എന്ന അമ്മയെയും സഹോദരനെയും സജി എന്ന അവരുടെ രക്തത്തിൽ പിറന്ന മകൻ കൊന്നു കൊഴിച്ചു മൂടി നമ്മൾ കേട്ടു. കണ്ണൂർ കേളകത്ത് അമ്മയെ, ഗീതമ്മ എന്ന അമ്മയെ മകൻ ക്രിസ്റ്റി കഴുത്തറുത്ത് കൊന്നു. ആലപ്പുഴ പുന്നപ്രയിൽ ഫാത്തിമ എന്ന സഹോദരി വിവാഹം കഴിഞ്ഞ് 39ാമത്തെ ദിവസം ഭർത്തൃപീഡനത്താൽ ആത്മഹത്യ ചെയ്തു. നിരന്തരമായി നമ്മുടെ മുമ്പിലേക്ക് വന്ന ഈ വാർത്തകളൊക്കെ ഞാനും നിങ്ങളുമൊക്കെ കേട്ടതാണ്. ഈ വാർത്തകളിലൂടെ പോയപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ വികാരം തോന്നിയോ? എനിക്ക് തോന്നിയത് ഇതിലെയെല്ലാം കുറ്റകൃത്യം ചെയ്തവരും അതിന് വിധേയരായവരും ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. അടുത്ത ബന്ധുക്കളെന്ന് പറയുമ്പോൾ ഒരേ കൂരയ്ക്ക് കീഴിൽ കഴിയേണ്ടവർ, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടവർ, ഒരേ ഭക്ഷണത്തളികയിൽ നിന്ന് ഒരേ ഡൈനിങ് ടേബിളിന് ചുറ്റുമിരുന്ന് സന്തോഷത്തോടെ സംസാരിച്ചും സംവദിച്ചും ആഹാരം കഴിക്കേണ്ടവർ, ഒരേ കിടപ്പുമുറിയിൽ കിടന്നുറങ്ങേണ്ടവർ. ഇത്രയും അടുത്ത ബന്ധുക്കൾക്കിടയിൽ എങ്ങനെയാണ് ഇത്രയും വലിയ ശത്രുതയും കൊലപാതകത്തിലേക്കും ഒക്കെ നയിക്കുന്ന വൈകാരിക ബന്ധങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത്? മനുഷ്യൻ ഒരുപാട് മാറ്റം വന്നപ്പോൾ, ആധുനികതയുടെ മാറ്റങ്ങളെന്ന് നാം പറയുമ്പോൾ ബന്ധുക്കളെല്ലാം, ബന്ധങ്ങളെല്ലാം ഈ രീതിയിൽ അകന്നുകൊണ്ടിരിക്കുകയാണോ? ഒറ്റ കാരണമാണ് പ്രധാനമായിട്ടും ഇതിനുള്ളത്: മനുഷ്യന്റെ സ്വാർത്ഥ മനോഭാവം. ആധുനികത മനുഷ്യനെ സ്വാർത്ഥത പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ സന്തോഷം, എൻ്റെ ജീവിതം, എൻ്റെ ആഹ്ലാദം, അവിടെയാണ് ഞാൻ നിൽക്കേണ്ടത്. അതിൻ്റെ മുമ്പിൽ എൻ്റെ ബന്ധുക്കളോ എൻ്റെ സുഹൃത്തുക്കളോ എൻ്റെ ഇഷ്ടജനങ്ങളോ ഒന്നുമില്ല. അതിന് എതിരെ നിൽക്കുന്നവരൊക്കെ എൻ്റെ ശത്രുക്കളാണ്. മനുഷ്യന്റെ സ്വാർത്ഥ മനോഭാവങ്ങളാണ് അവനെ ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് ആനയിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സ്വാർത്ഥ മനോഭാവങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കണമെങ്കിൽ ആധുനികതയും ഭൗതികതയും മാത്രം ലയിച്ച ചിന്തകളിൽ നിന്ന് മാറി അല്പം ആത്മീയതയിലും മാനുഷിക ബന്ധങ്ങളെ വൈകാരികമായിട്ട് കാണാനും തൻ്റെ സന്തോഷം തന്നോടൊപ്പമുള്ളവരുടെ സന്തോഷം കൂടിയാണ് എന്ന് തിരിച്ചറിയാനുമുള്ള മനോഭാവമാണ് നമുക്ക് വേണ്ടത്. നന്ദി.